This call is now being recorded. This call is now taking notes. എല്ലാവർക്കും നമസ്കാരം. 10-day വെബിനാർ സീരീസിന്റെ 7th ഡേയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. എല്ലാ ദിവസത്തെയും പോലെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഒരു സൈലന്റ് പ്രയറോടുകൂടി നമുക്ക് ആരംഭിക്കാം. The healing power of art, exploring the connection between art and mental health എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സീസൺ 4 ഈ ഡേ 1 to day 7 നീഡ് ഓഫ് മെന്റൽ ഹെൽത്തും വാട്ട്, വൈ, വെൻ ആൻഡ് വേർ, ഹൗ നമ്മൾ കേട്ടു. ഇന്നലെ ഋഷിരാജ് സിംഗ് സർ പറഞ്ഞു നിർത്തിയപ്പോ നമ്മുടെ കുട്ടി +2 വരെ എത്തി. നൗ എങ്ങനെ നമ്മൾക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, അതിന് തീർച്ചയായിട്ടും ആർട്ട്, അത് വിച്ച് എനി ഫോം ഓഫ് ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടത്തോടെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന കാര്യമായിരിക്കും ആർട്ട് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിന് സമാധാനം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് എന്ന് തന്നെ പറയും. കൃത്യമായിട്ട് പറഞ്ഞാൽ ദ മോസ്റ്റ് യങ്ങസ്റ്റ് മെമ്പർ നമ്മുടെ വെബിനാർ സീരീസിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് ദ വൈറൽ റാസ്പുട്ടിൻ യങ് ഡോക്ടർ ജാനകി ഓംകുമാർ. വെൽക്കം മാം ടു അവർ സെഷൻ. Thank you so much, madam. ആൻഡ് നൗ ഒരു പരിപാടി വിജയകരമാവുന്നത് തീർച്ചയായിട്ടും അതില് ഓഡിയൻസിന്റെ പ്രസൻസ് തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രചോദന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ച് മെമ്പേഴ്സ് ഉണ്ട്, കേരള കൗൺസിലേഴ്സ് ഫോറം മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഈ ഒരു സെഷൻ നമ്മൾക്ക് നമ്മുടെ ആർട്ട് കണ്ടെത്തി നമ്മുടെ മെന്റൽ ഹെൽത്ത് പീസ്ഫുൾ ആവാനും ഒരു ജേർണി എന്ന് പറയുന്നത്, ലൈഫ് ഇസ് എ ജേർണി, അത് എൻജോയ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. നമ്മുടെ ആർട്ട് എന്താ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ഈ ഒരു സെഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണ്ടെത്താനും സന്തോഷിക്കാനും സാധിക്കട്ടെ. ആൻഡ് ടു ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ദ സ്പീക്കർ ഓഫ് ദ ഡേ, ഐ ഇൻവൈറ്റ് ഡോക്ടർ രഹ്ന. ഷീ ഈസ് ഓൾസോ എ proud member of our Creative Thinkers Prajodhana community. Over to you, Rehna. Thank you, Dr. Risha. Hi, good evening, everyone. It's my great pleasure to introduce this remarkable talent whose journey beautifully blends medicine, art, and social impact. Dr. Janki Omkumar, an MBBS graduate from the esteemed Government Medical College, Thrissur. So many of us already know her as a viral Rasputin girl who had set the internet on fire. So that was back in March 2021, the peak COVID time. Dr. Janki and her friends spontaneously shot a dance video that quickly became a global sensation. Their infectious energy and electric moves could bring in joy and hope during those difficult times. The video was featured by BBC News India, recognized by the United Nations, and embraced by Kerala's COVID vaccine campaign. Their Rasputin challenge inspired thousands around the world. Yet again, Dr. Janki is far more than that viral moment. She's an accomplished Bharatanatyam and freestyle dancer, winning national and state accolades, a compassionate doctor, and a passionate health educator with keen interest in neurology, mental health, and women's health. Today, as she takes the stage, she blends her medical expertise with the energy and creativity that first made her a household name. Honestly, when it comes to today's topic, the healing power of art, exploring the connections between art and mental health, there's no one better to take us through than Dr. Janki, who lives and embodies this connection every day. So please join me in warmly welcoming Dr. Janki Omkumar. Over to you, Doctor. Thank you so much. There is such a very kind welcome. Thank you so much. I would actually say, so first of all, thanks to Prajodhana and Usha madam and the whole of Prajodhana for having me.
ആദ്യം പറഞ്ഞ പോലെ ഈ സീരീസിലെ ഏറ്റവും യങ്ങസ്റ്റ് സ്പീക്കറാണ് ഞാൻ. ആൻഡ് ഐ എം ഷുവർ എനിക്ക് മുന്നേ സംസാരിച്ചിരുന്നവരും അല്ലെങ്കിൽ ഈവൻ ഐ എം ഷുവർ പ്രചോദനയിൽ തന്നെ വേറെ പ്രൊഫഷണൽസും എവ്രിബഡി ഈസ് ഡെഫിനറ്റ്ലി സീനിയർ ടു മീ. ആൻഡ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഈ ചെറിയ ലൈഫ് ടൈമിലെ എക്സ്പീരിയൻസസിൽ നിന്നുള്ള കാര്യങ്ങളാണ്. സോ ഐ ജസ്റ്റ് ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ. that is my only aim. എന്നെ കൊണ്ടാവുന്നത് if somebody takes home something nice today, I'll be very happy. That's it. So start ചെയ്യാമോ മാം? ഓക്കെ, ഗ്രേറ്റ്. സോ എനിക്ക് കുറച്ച് സ്ലൈഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ എം സോറി, ഞാൻ കുറച്ച് ബിസി ആയിരുന്നോണ്ട് ഐ കുഡ് നോട്ട് ഡു ദാറ്റ്. ബട്ട് യാ, ഐ ഹാവ് സം പോയിന്റ്സ് jotted down. അങ്ങനെ അതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ടു ഓൾ the whole of the audience, good evening. I hope you're all having a good day. ഞാനപ്പോ എൻ്റെ ലൈഫ് കോണ്ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ I was born to അല്ലെങ്കിൽ I was born into so much privilege. എൻ്റെ പേരൻസ് രണ്ടുപേരും എഡ്യൂക്കേഷണലി ആണെങ്കിലും ആർട്ടിസ്റ്റിക്കലി ആണെങ്കിലും വളരെയധികം അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള രണ്ടുപേരായിരുന്നു. സോ ഞാൻ അതിന്റെ രണ്ടിന്റെയും ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് കിട്ടി വളർന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ നോ ദി കൈൻഡ് ഓഫ് ഇമ്പാക്ട് ഇറ്റ് ക്യാൻ ഹാവ് ഇൻ യുവർ ലൈഫ്. സോ ഐ തിങ്ക് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ എൻ്റെ മദർ ഇസ് എ ഡോക്ടർ ആൻഡ് മൈ ഫാദർ ഇസ് എ ന്യൂറോ സയന്റിസ്റ്റ്. എന്നാ പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോ ഇപ്പൊ എന്താ, ഓബ്വിയസ്ലി വീട്ടിലൊക്കെ ഒരുപാട് പഠിക്കാനും ധ്യാനമൊക്കെ പുഷ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരിക്കും, അക്കാഡമിക്സ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാമിലി. അതാണ് എല്ലാവരുടെയും ഒരു പ്രൈമറി ഇംപ്രഷൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ അച്ഛനൊരു വീണ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഹി യൂസ് ടു പ്ലേ ഇൻ ഓൾ ഇന്ത്യ റേഡിയോ ഓൾസോ. അപ്പൊ അച്ഛൻ അത്രയും പ്രൊഫഷണൽ ആയിട്ട് വീണ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ബാക്കി എല്ലാ രീതിയിലുള്ള ഈ ക്രിയേറ്റീവ് ആർട്സ്, പെയിന്റിങ്, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എഗെയിൻ സ്കൂൾ ടൈം തൊട്ടേ ഒരു നാഷണൽ ലെവലിലൊക്കെ വിൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ആർട്സിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതായിരുന്നു. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ്ലി ഐ ചോസ് സംതിങ് എൽസ് ദാറ്റ് they both didn't do, which is dance. I do paint, പക്ഷെ എനിക്ക് എന്റെ പാഷൻ എന്ന് പറയുന്നത് ഡാൻസ് ആയിരുന്നു. സംഹൗ എന്തോ എന്റെ ഫ്ലെയർ അതിലായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ അതില് ഒരുപാട് ഇൻക്ലൈൻഡ് ആയി കണ്ടു. ദേ ജസ്റ്റ് എൻകറേജ് മീ, ദാറ്റ്സ് ഇറ്റ്. ബട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ഇറ്റ് ഇസ്, ഒരു ചെറുപ്പത്തിലെ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യം കാണിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ആർട്ട് ഫോമിൽ താല്പര്യം കാണിക്കുമ്പോൾ, നമ്മളൊരു ജനറൽ കൾച്ചറാണ് അത് കോമ്പറ്റീഷൻസിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തിരിക്കുക എന്നുള്ളത്. അതാണ് ആകെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈ പാരന്റ്സ് വെർ വെരി പെർട്ടിക്കുലർ. കോമ്പറ്റീഷന് വേണ്ടി ആയിരിക്കരുത് നീ ഡാൻസ് പഠിക്കുന്നത്, പകരം നിന്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയും നിനക്ക് അതിൽ നിന്ന് എന്തെങ്കിലും എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ആയിരിക്കണം എന്നുള്ളത്. ആൻഡ് ദേ മേഡ് ഷുവർ ദാറ്റ് ഞാനിപ്പോ, ബട്ട് ഐ യൂസ് ടു കോമ്പീറ്റ്. ഞാൻ കള്ളം പറയരുതല്ലോ, ഞാൻ കോമ്പീറ്റ് ചെയ്യായിരുന്നു. ഐ യൂസ് ടു വിൻ പ്രൈസസ്. പക്ഷെ അതിനപ്പുറം ദേ മേഡ് ഷുവർ ഞാനത് എൻജോയ് ചെയ്യുന്നില്ലാത്ത കാര്യമാണെങ്കിൽ അതിന് പുഷ് ചെയ്യില്ല എനിക്ക്. they won't just let me do it. അപ്പോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡാൻസ്. ആൻഡ് ദേ ജസ്റ്റ് ഹെൽപ് മീ എക്സ്പ്ലോർ എവ്രിതിങ് പോസിബിൾ. എനിക്ക് എന്നെ കൊണ്ട് ട്രൈ ചെയ്യാവുന്ന എല്ലാ ആർട്സ് ആൻഡ് സ്പോർട്ട് ഫോംസ് എല്ലാം സ്കൂൾ ടൈം തൊട്ടേ എനിക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നു. സോ അതിൽ നിന്ന് നമ്മളൊരു അഡൾട്ട്ഹുഡിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും അധികം അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു ഡാൻസ്, പെയിന്റിങ്, പിന്നെ ഇതുപോലെ സ്പീക്കിംഗ് ടു പീപ്പിൾ, പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായി ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഇപ്പോഴും ഞാൻ പെർസ്യൂ ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക് അനദർ മേജർ തിങ് ഇസ്, എന്റെ ചെറുപ്പം തൊട്ടേ ആൾക്കാരും ഭയങ്കരമായി പുഷ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എങ്ങനെ പഠിക്കാൻ പറ്റും ഇത്ര ആർട്സ് കൂടെ കൊണ്ടുപോയാൽ എന്നുള്ളത്. ഐ വുഡ് റാദർ സേ ഈ ആർട്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. I never compromised on my studies, but it is only because കാരണം എന്റെ ബാക്കി കംപ്ലീറ്റ് ടൈം ഇതിൽ ഓക്യുപ്പൈഡ് ആവും. അപ്പൊ ബാക്കിയുള്ള സമയം എനിക്ക് പഠിച്ചാലേ പറ്റുള്ളൂ. അത് വൺ തിങ്. രണ്ടാമത്തെ കാര്യം ഇസ് you learn a lot of things through arts അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ കരിക്കുലേഴ്സ്. നമുക്ക് ഒരിക്കലും സ്കൂളിൽ നിന്നോ പഠിത്തത്തിൽ നിന്നോ കിട്ടാത്ത ഒരുപാട് സ്കിൽസ് നമുക്ക് ഡയറക്ട്ലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഇതുപോലെയുള്ള ടീം വർക്ക് ഇൻവോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്തുനിന്ന്, ഒരു ടീംമേറ്റിന്റെ അടുത്തുനിന്ന് പഠിക്കേണ്ടി വരുന്ന കാര്യങ്ങളുള്ള ആർട്ട് ഫോംസിൽ നിന്ന് നമുക്ക് കിട്ടും.
അപ്പോ അങ്ങനത്തെ കുറച്ച് സ്കിൽസ് എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് എനിക്ക് ഐ ഫീൽ ഇപ്പൊ ആസ് എ ഡോക്ടർ എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണത്. അതായത് നമ്മള് എത്രത്തോളം കൂടുതൽ ആൾക്കാരുടെ അടുത്തുനിന്ന് ചോദിച്ച് പഠിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഐ ഗെറ്റ് ബെറ്റർ ഇൻ മൈ ജോബ് ത്രൂ ദാറ്റ് വേ. അപ്പൊ എനിക്ക് എന്റെ പേഷ്യന്റിന് ഏറ്റവും നല്ല കെയർ കൊടുക്കണമെങ്കിൽ എന്റെ സീനിയേഴ്സിന്റെ അടുത്തുനിന്നും എന്റെ കൊളീഗ്സിന്റെ അടുത്തുനിന്നും ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് എന്താ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ഞാൻ പഠിക്കണം. എനിക്ക് അറിയാത്ത കാര്യമാണ്. ആൻഡ് അതൊക്കെ എനിക്ക് ആർട്സിൽ നിന്നാണ് എന്റെ റൂട്ട്സ് ഫുൾ. സോ ഐ വുഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് എനി ചൈൽഡ്, എനിബഡി ഹു ഇസ് ഗ്രോയിങ് അപ്പ്, അവർക്ക് ഗിവ് ദം ആസ് മച്ച് എസ് എക്സ്പോഷർ ആസ് പോസിബിൾ. പറ്റുന്ന അത്രയും നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ കുട്ടികൾക്കും അവർക്കും എല്ലാം, കുട്ടികൾക്കും ഹു ആർ ഇൻട്രസ്റ്റഡ്, നോട്ട് ജസ്റ്റ് കുട്ടികൾ, ഐ വുഡ് സേ അഡൾട്ട്സ് ഓൾസോ, എല്ലാവർക്കും പറ്റുന്ന അത്രയും പുഷ് ചെയ്യുക. കാരണം എപ്പോഴും യു വിൽ ലേൺ തിങ്സ് ഫ്രം ആർട്സ് വിച്ച് യു വോണ്ട് ലേൺ ഫ്രം അതർ സ്റ്റഫ്. സോ പിന്നെ ഇത് കഴിഞ്ഞു, ദെൻ ഐ ഗ്രൂ അപ്പ്. ഒരു 10th 11th ഒക്കെ ആയപ്പോ എല്ലാരും പറഞ്ഞു നിർത്തണം, ഡാൻസും പാട്ടും ഒന്നും ഇനി പറ്റില്ല, അതൊക്കെ നിർത്തേണ്ട ടൈമായി. ബട്ട് ദെൻ മൈ പാരന്റ്സ് വെർ വെരി സപ്പോർട്ടീവ്, ഐ കുഡ് കണ്ടിന്യൂ. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അവിടെ എത്തിയപ്പോ ഇതുവരെയുള്ള സ്ട്രെസ് ഒന്നും അല്ല ശരിക്കുള്ള സ്ട്രെസ് എന്നുള്ളത് നമുക്ക് ഭയങ്കര എവിഡന്റ് ആയി മനസ്സിലായി. ഇത്രയും വോളിയം പഠിക്കാൻ, എവേ ഫ്രം ഫാമിലി, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം മാറി, നമ്മൾ ഹോസ്റ്റലിലാണ്. അവിടെയും ഐ ഫൗണ്ട് മൈ റൂട്ട്സ് ബാക്ക് ടു ഡാൻസ്. അവിടെയും ഐ എം വെരി താങ്ക്ഫുൾ. എന്റെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആ കാര്യത്തില്. എന്റെ കോളേജും കോളേജ് എൻവയോൺമെന്റും എല്ലാം ജനറലി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, നോട്ട് ജസ്റ്റ് ഫോർ ഡാൻസ്, എല്ലാത്തിനും, എല്ലാ എക്സ്ട്രാ കരിക്കുലേഴ്സിനും. അപ്പൊ ഡെസ്പൈറ്റ് ബീങ് എ മെഡിക്കൽ കോളേജ്, ഒരുപാട് ആർട്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ടൈം മാനേജ്മെന്റിലെ എല്ലാ കാര്യത്തിലും ഇതിനൊരു വലിയ സ്ട്രോങ് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പൊ ഐ വുഡ് സേ ഒരു മെഡിസിൻ കഴിഞ്ഞ് എനിക്ക് ഇത്രയൊക്കെ കാര്യമായിട്ട് എന്താ പറയാ ഡാൻസ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിബഡി ക്യാൻ ഡു ഇറ്റ്. എന്നെക്കാട്ടിൽ നന്നായിട്ട് വേറെ ഏതൊരു കോഴ്സ് ചെയ്യുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റും. സോ ആരും ദയവ് ചെയ്ത് ഇത്രയൊക്കെ വലുതായില്ലേ, ഇനിയിപ്പോ ഇതിനൊന്നുള്ള ടൈമില്ല, കോളേജിലൊക്കെ ആയി ഇനി പഠിക്കാനുള്ള മാത്രമുള്ള ടൈമാണെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കരുത്. സോ then ഇത് കഴിഞ്ഞിട്ട് now I'll just tell about, okay, I think I've made my point about my life. I'll just tell about how this is science backed. അപ്പോ നമ്മളിപ്പോ എന്താ പറയാ, okay, അതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ, I am a doctor, that is true, but I am not a trained psychiatrist. I am not a mental health professional. എന്നെക്കാട്ടിലും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട് ഇവിടെ. So do not take this as clinical advice, but then ഞാൻ ആദ്യം പറഞ്ഞ എന്റെ പേഴ്സണൽ ഇതായി കരുതണം. ഓക്കെ, സോ കമ്മിങ് ടു ദ സയൻസ് ഓഫ് ഇറ്റ്, നമ്മൾ ജനറലി എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും ഞാൻ എന്റെ ഒരു റീഡിങ്ങിൽ നിന്നും നോളജിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്, ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് രണ്ട് രീതിയിൽ എഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് എൻവയോൺമെന്റ്, ഒന്ന് ജീൻസ്. അപ്പോ നമ്മുടെ ജീൻസിൽ പറഞ്ഞേക്കുന്ന ചില രീതികളിൽ നമ്മൾ ബിഹേവ് ചെയ്യാനും നമ്മൾ വളരാനും നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഇസ് എൻവയോൺമെന്റ്. ഈ എൻവയോൺമെന്റിലാണ് നമ്മുടെ തോട്ട് പ്രോസസ്സുകൾ, നമുക്ക് ഇത്രയും വർഷം നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മളെ ഫീഡ് ചെയ്തിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള തോട്ട് പ്രോസസ്സുകളുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോ ഇതിനകത്ത് ജീൻസ് ഡെഫിനറ്റ്ലി വി കനോട്ട് കൺട്രോൾ ഇറ്റ്. നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ എൻവയോൺമെന്റ്. ആൻഡ് ദിസ് ഹാസ് ഇതിന്റെ ഒരു പേര് തന്നെയുണ്ട്, ഇറ്റ്സ് കോൾഡ് ദി നേച്ചർ നേച്ചർ ഫ്രെയിംവർക്ക്. അപ്പൊ നേച്ചർ തരുന്നതും നമ്മൾ നേച്ചർ ചെയ്യുന്നതും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ എനിത്തിങ് യു ടേക്ക് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്, ഇതുപോലെയുള്ള എന്ത് എക്സ്ട്രാ കാര്യവും നിങ്ങൾ ഒരു കുട്ടിയെ എക്സ്പോസ് ചെയ്യുന്നതുണ്ടോ, അതെല്ലാം അവരുടെ ലൈഫ് ലോങ് ഈ നേച്ചർ എന്ന് പറയുന്ന കോമ്പണന്റിൽ വരും. അപ്പൊ അത് മാക്സിമം ഇറ്റ് വിൽ ഹെൽപ് ദം ഇൻ സം വേ ഓർ ദി അതർ. പിന്നെ ദർ ഇസ് ദിസ് ഒരു കോൺസെപ്റ്റ് കോൾഡ് ഫ്ലോ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ആർട്സ് ഇത്രയധികം എൻജോയബിൾ ആവുന്നത് എന്നുള്ളത്. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ഐ ഹാവ് ടു മെൻഷൻ. ആർട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പാട്ട്, ഡാൻസ്, അല്ലെങ്കിൽ പടം വരയ്ക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കലകൾ. ഇത് മാത്രമല്ല, ഐ ബിലീവ് എവ്രിബഡി ഈസ് എൻ ആർട്ടിസ്റ്റ്, എവ്രി വൺ. കുക്കിംഗ് ഈസ് എൻ ആർട്ട്. നിങ്ങൾ ചെയ്യുന്ന ഗാർഡനിങ് അതൊരു ആർട്ടായിരിക്കും. അപ്പോ അങ്ങനെ തുടങ്ങിയ നിങ്ങൾ ഐ ഫീൽ യു ക്യാൻ ഫൈൻഡ് ആർട്ട് ഇൻ തിങ്സ് യു ഡു. നിങ്ങൾ എൻജോയ് ചെയ്ത്
നിങ്ങൾ ഈ പറയുന്ന ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് എന്താണോ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ആർട്ട് കാണുന്നത്. സോ ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു psychologist has described it as an optimal experience where challenges match our skills, leading to deep focus, joy and a sense of control എന്നാണ്. ആ സമയത്ത് ഈ പറഞ്ഞ ഫ്ലോ സ്റ്റേറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് there is nothing else that really bothers you. നമ്മൾ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ നമ്മുടെ ലൈഫിലെ വേറെ സ്ട്രെസ്സുകളെ പറ്റിയും വേറെ പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ മാറ്റി വെച്ച് വേറെ ഒന്നും ചിന്തിക്കാതെ പ്രസന്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റിയാണിത്. അപ്പോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ലൈഫിൽ, ഇഫ് ഇറ്റ്സ് സംതിങ് ഗോയിങ് ഓൺ, ഇതുപോലെ ഡാൻസോ പാട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടിങ് ആക്ടിവിറ്റിയാണ്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി നിങ്ങളുടെ ചുറ്റും കുറേ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ കുറച്ച് മനസ്സമാധാനത്തോടെ ഒന്നിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെസ് റിലീവ് ചെയ്യണം. നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹത്തോടെ വേണമെങ്കിൽ ഒരു സാധനം എടുത്ത് കുക്ക് ചെയ്യാം, എന്തെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി എടുത്ത് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പെയിന്റിങ് ചെയ്യാം. ഇറ്റ് ഡസൻ റിക്വയർ ഒരുപാട് റിസോഴ്സസ് ഒന്നും വേണ്ടാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതിലും നിങ്ങൾ ഫുള്ളി അതിൽ കോൺസെൻട്രേറ്റഡ് ആയി നിങ്ങൾക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് ഫോം ഓഫ് സ്ട്രെസ് റിലീഫ്. നെക്സ്റ്റ് തിങ് ഇസ്, നമ്മൾ ഈ ഫ്ലോ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആർട്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ജനറലി സെഡ് ദറ്റ് നമ്മുടെ ബ്രെയിൻ വേവ്സ് അതിനകത്ത് സോ ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേവ്സ്, ഇങ്ങനെ ബീറ്റ വേവ്സ്, ആൽഫ വേവ്സ്, തേറ്റ വേവ്സ്, ഡെൽറ്റ വേവ്സ്. അപ്പൊ അതിനകത്ത് ബീറ്റ വേവ് ഡോമിനൻസ് ആവുന്നതാണ് പറയുന്നത്. സോറി, ബീറ്റ വേവ് ഡോമിനൻസ് കുറയ്ക്കുന്നതാണ് പറയുന്നത്. സോ ബീറ്റ വേവ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, അങ്ങനത്തെ പോലെയുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. കൂടുതൽ ഒരു ആൽഫ തേറ്റ വേവ് പാറ്റേൺസിലേക്കും, വിച്ച് ഇസ് വെരി റിലാക്സ്ഡ്. ഇതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം വാട്ട് ഐ ഫൗണ്ട് ഇസ്, ഇത് ഇതിന്റെ ഇടയിൽ ദർ സംതിങ് കോൾഡ് ഗാമ വേവ് സ്പൈക്സ് എന്ന് വെച്ചാല് നമുക്ക് ചിലർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഐഡിയ ഒക്കെ കിട്ടുന്നത്, പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ഐഡിയ കിട്ടുന്നത്, അതാണ് ഈ ഗാമ വേവ് സ്പൈക്സ് റിസംബിൾ ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഈ റിലാക്സ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് യുവർ ബ്രെയിൻ ഫങ്ഷൻസ് ബെറ്റർ ഇൻ സച്ച് എ വേ ദാറ്റ് യു ഗെറ്റ് ഗുഡ് ന്യൂ ഐഡിയാസ്. സോ ഇതുപോലുള്ള ആർട്സ് പെർഫോം ചെയ്യുമ്പോൾ യുവർ ബ്രെയിൻ വിൽ ഗോ ഇൻ ടു ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ്, ആർട്സ് ഓൾറെഡി നമ്മളൊരു തെറാപ്യൂട്ടിക് ആയി ക്ലിനിക്കലി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ആർട്ട് തെറാപ്പി, ക്ലേ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, മൂവ്മെന്റ് തെറാപ്പി, അങ്ങനെയുള്ള പല പല ഫോംസിലായിട്ട്. ആൻഡ് ഒരുപാട് നോട്ട് ജസ്റ്റ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ്, ഒരുപാട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനും ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിന് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രോക്ക് വന്നൊരു വ്യക്തി, അവർക്ക് ഒരു ഭാഗത്തെ കുറച്ച് ന്യൂറോൺസിൽ ക്ഷതം വന്നു, കുറച്ച് ന്യൂറോൺസ് ഡാമേജ് ആയി പോയി എന്നുള്ളപ്പോൾ നമ്മുടെ ബാക്കി ബ്രെയിൻ വേണം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ. പിന്നെ അങ്ങനെ ഒരു സ്ട്രോക്ക് വന്ന ഒരാള് പിന്നെ നടക്കാൻ തുടങ്ങുമോ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ടു റീഗെയിൻ ദെയർ ഫങ്ഷൻസ്, അപ്പോൾ ബാക്കിയുള്ള ന്യൂറോൺസ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യണം. ആൻഡ് അതിനായിട്ട് ദേ ഹാവ് ടു മേക്ക് ന്യൂ കണക്ഷൻസ്. ആൻഡ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജനറലി ഇതുപോലെയുള്ള ആർട്ട് തെറാപ്പീസ് ആർ സപ്പോസ് ടു ഇംപ്രൂവ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റ് തെറാപ്പി, മ്യൂസിക് തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പേഴ്സ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഡിഫറൻസ് വന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത്ര വൈഡ്ലി യൂസ്ഡ് അല്ല, പക്ഷെ പുറം രാജ്യങ്ങളിൽ മ്യൂസിക് തെറാപ്പി ഒക്കെ വളരെ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിപ്പോ അതൊരു തെറാപ്പി ആയിട്ട് ഇവിടെ ഒരു അവെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റെക്കമെൻഡ് ഇറ്റ് ടു ദം. അത് കുറച്ച് എസ്പെഷ്യലി നല്ലൊരു ടീച്ചർ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പഠിക്കാം. ഇനി പഠിക്കണം എന്ന് തന്നെയില്ല, കണ്ടാ മതി. വിഷ്വലി മറ്റൊരു ആർട്ട് ഫോം എൻജോയ് ചെയ്യോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നതിലൂടെ തന്നെ there's a lot of difference that a person will get. Next is ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ നോക്കിയിരുന്നു. ഓക്കെ, സോ ഇനി ഇപ്പൊ now I've talked about how it has shaped me.
Now I talked about the science behind it. ഇനി ആസ് എ കമ്മ്യൂണിറ്റി ഇത് എങ്ങനെ നമുക്ക് എൻകറേജ് ചെയ്യാം എന്നുള്ളത്, ഹൗ ടു ആക്ച്വലി പ്രാക്ടീസ് ദിസ്. ഇവിടുത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, സ്കൂൾ ലെവൽ ഏറ്റവും അധികം ആൾക്കാർ, ഏറ്റവും അധികം ഹ്യൂമൻസ് അവരുടെ ചൈൽഡ്ഹുഡിലായിരിക്കുമല്ലോ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മുടെ സ്കൂൾസിൽ ഐ തിങ്ക് SSLC സിസ്റ്റത്തിലല്ലാതെ വേറെ ഒന്നിലും ഇതിന് ക്രെഡിറ്റ്സ് ഇല്ല. ഞാൻ പഠിച്ചത് ഫുൾ ICSE-യിലായിരുന്നു, ICSE സിലബസ് ആയിരുന്നു. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് CBSE ഓൾസോ അവർക്ക് എന്തോ എൻകറേജ്മെന്റ് ഉണ്ട് എന്നല്ലാതെ ഇതിനപ്പുറം നമുക്കൊരു കോളേജ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ്സ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള എക്സ്ട്രാ കരിക്കുലേഴ്സ് പെർസ്യൂ ചെയ്യുന്നതിൽ ഇങ്ങനെ ക്രെഡിറ്റ്സ് ആക്ച്വലി ഡോക്യുമെന്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്കൂൾ സിസ്റ്റംസ്. അത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സിലബസ് മൊത്തത്തിൽ മാറ്റാനൊന്നും പറ്റില്ല, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് സ്കൂൾസ് ക്യാൻ ഗിവ് എ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ഒരു സാധനം അവരെ കോളേജ് അഡ്മിഷൻസിന് വെക്കുമ്പോൾ അത് അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റേഷൻ. അത് ഡെഫിനറ്റ്ലി എല്ലാ കുട്ടികളെയും എന്തെങ്കിലും ഒരു ഫോം ഓഫ് ആർട്സ് തന്നെ വേണമെന്നില്ല, സം ഫോം ഓഫ് ഹോബി, എന്തെങ്കിലും ഇപ്പോ ടീം സ്പോർട്സ്, എനിത്തിങ്, അത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊരു എൻകറേജ്മെന്റ് ആയിരിക്കും ഫോർ ഷുവർ. അപ്പോ ദാറ്റ് ഇസ് വൺ തിങ് വി ക്യാൻ ഓൾ പുഷ് ഫോർ. നിങ്ങളൊക്കെ കുറെയൊക്കെ പേരൻസ് ഉണ്ടാവും അറിയാം, പറ്റുവാണെങ്കിൽ എല്ലാവരും PTA മീറ്റിംഗിലൊക്കെ പറയാ ഇതൊക്കെ ഒരു കമ്പൽസറി ക്രെഡിറ്റ്സ് ആക്കി മാറ്റണം എന്നുള്ളത്. എനിക്ക് വാട്ട് ഐ ഫെൽറ്റ് ഇസ്, നമ്മളിപ്പോ പുറം രാജ്യത്തെ ആൾക്കാരായിട്ട് നോക്കുമ്പോൾ ഇതിലൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും പുറകോട്ട് നിൽക്കുന്നത്. അവിടെ ഇപ്പൊ സ്പോർട്സിൽ ഒരുപാട് നന്നായിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആർട്സിൽ ഒരുപാട് നന്നായിരിക്കുന്ന ഒരാൾക്ക് ആ കാര്യം മാത്രം അവരുടെ സ്കൂൾ ഹൈലൈറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ കോളേജ് അഡ്മിഷൻസ് ഈസിയർ ആവുകയാണ്. അപ്പോ ആൻഡ് എല്ലാവരും ഒരുപോലെ മാർക്ക് കിട്ടുന്ന, ഒരുപോലെ പഠിക്കുന്ന ആൾക്കാരല്ലല്ലോ, എല്ലാവരുടെയും ഇന്റലിജൻസ് വേറെ വേറെ കാര്യങ്ങളിലല്ലേ. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങള്, ഇതുപോലുള്ള എക്സ്ട്രാ കരിക്കുലേഴ്സിന് ഒരു ഡോക്യുമെന്റഡ് ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പുഷ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം ജേർണലിംഗ്. അതെല്ലാവരും പറയും. ഇപ്പൊ ജേർണൽ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും നമ്മൾ എഴുതാൻ അറിയണ്ടേ എന്നാലല്ലേ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷെ ഇറ്റ് ഡസൻറ്റ് നെസസറിലി ഹാവ് ടു ബി എഴുതുന്ന ജേർണലിംഗ്, ഇറ്റ് ക്യാൻ ബി ആർട്ട് ജേർണലിംഗ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ അത് ഫെമിലിയർ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം, ഇങ്ങനെ അവർക്ക് ഒരു ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആയിട്ട് പീപ്പിൾ ഡു ആർട്ട് ജേർണലിംഗ്. ഇറ്റ്സ് വെരി നൈസ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ആർട്ട് ഫോം ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നല്ല ഭംഗിയായിട്ട് അവരുടെ ഡേ അവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് അവരുടെ ജേർണലിൽ ഒരു പേജിൽ അത് ചെയ്യും. സോ ദാറ്റ് ഇസ് അനദർ വേ ഓഫ് എക്സ്പ്ലോറിങ് ഇറ്റ്. നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്. അനദർ തിങ്, ദിസ് ഇസ് ഓൾസോ അഡൾട്ട്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് പെർഫോമൻസ് ആർട്സ് ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. എല്ലാവരും നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരൊറ്റ റീസൺ കൊണ്ട് മാത്രം ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവര് മടിച്ച് മാറി നിൽക്കുന്നത് ഒരുപാട് കാണാറുണ്ട്. ഇത് എന്നാ നേരെ മറിച്ച് മറ്റു പല സ്റ്റേറ്റ്സിലും നമ്മൾ നോക്കിയാൽ അവരുടെ കല്യാണങ്ങൾക്കാണെങ്കിലും അവരുടെ ഫെസ്റ്റിവൽസിലാണെങ്കിലും അവർ വളരെ ഇൻഹിബിഷൻ ഇല്ലാതെയാണ് അവര് ഒരു സോഷ്യൽ ഫോറത്തിൽ വന്നിട്ട് അവർ സെൽഫ് എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ പാടുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ് എന്നുള്ള മാത്രമാണ് അതിലെ പോയിന്റ്. അപ്പോ അഡൾട്ട്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു കണ്ടക്ട് സോഷ്യൽ ഇവന്റ്സ്. ഇപ്പൊ ഞാൻ കാണാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഗാർബ നൈറ്റ്സ് ഒക്കെ ചില അസോസിയേഷൻസ് ഒക്കെ സ്വന്തമായി നടത്തുന്നൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ നമ്മുടെ ഫെസ്റ്റിവൽസ്, ഈ ഗർഭ ഒന്നും വേണമെന്നില്ല, ഈ ഓണം വിഷു അതിനൊക്കെ തന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ പുഷ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. പിന്നെ സെയിം തിങ്, ഈ സൂംബ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ മടിയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അഗൈൻ ഒരു ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേ റീസൺ ആണ് എല്ലാവരും പറയുന്നത്. എന്റെ ഫാമിലിയിൽ ഉൾപ്പെടെ ഉള്ളവര് ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡിസ്റ്റർബിങ് അങ്ങനെ ആലോചിക്കുമ്പോൾ. സോ ദാറ്റ് ഈസ് അനദർ തിങ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ജസ്റ്റ് 1 minute കേട്ടോ, ജസ്റ്റ് നോക്കട്ടെ. നെക്സ്റ്റ് തിങ് ഇസ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, കോമ്പറ്റീഷൻ.
ആർട്സ് പുഷ് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീഷൻസിനല്ലാണ്ട് നിങ്ങളുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യിക്കുക. എന്നാൽ മാത്രമേ അവരത് വെറുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അവർക്ക് ശരിക്കും എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഹു ആർ ലൈക്ക് എക്സലന്റ് ആർട്ടിസ്റ്റ്, ഭയങ്കര, പക്ഷെ അവര് ചെയ്യില്ല. കാരണം അവരെ ഒരു സ്കൂൾ ടൈമിൽ പേരൻസ് അമിതമായി പുഷ് ചെയ്ത് അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യിപ്പിച്ച് ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്നിട്ട് അവർക്ക് ആ ആർട്ട് ഫോമിനോടുള്ള സ്നേഹം ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ എത്തി. അതുകൊണ്ട് അത് ഇങ്ങനെ ഒരു ടാക്സിങ് ആക്കാതെ അവർക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് കോമ്പീറ്റ് ചെയ്യണ്ട, അതിനു വേണ്ടി അല്ലല്ലോ. പല പേരൻസും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്രയും പൈസയും സമയവും കളഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇതൊക്കെ കോമ്പറ്റീഷന് പോയി കാണിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെന്താ കാര്യം എന്ന്. ഒരിക്കലുമല്ല. കംപ്ലീറ്റ്ലി അതിന്റെ ബെനിഫിറ്റ്സ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി സംതിങ് അങ്ങനെ ആ ഒരു ആംഗിളിൽ പുഷ് ചെയ്യാൻ പാടില്ല. അപ്പോ അത് നിങ്ങൾ എല്ലാവരും ആസ് പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ഇതിനകത്തുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ മാഡം, ആക്ച്വലി ഒരു there's a message, there is disruption on and off എന്ന് പറഞ്ഞിട്ട്. ഇല്ല, നമുക്ക് കുഴപ്പമില്ല. ഇല്ല, Okay, maybe sure. from their side. Okay, great. So വേറെ just to sum up, so I feel these are all very transferable skills that whatever you get from arts. സ്കിൽസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജീവിക്കാനുള്ള, അതായത് ജീവിതത്തിൽ മറ്റു സ്ഥലങ്ങളിൽ എക്സൽ ചെയ്യാനുള്ള സ്കിൽസ് മാത്രമല്ല, നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സ്കിൽസും കൂടെയാണ്. ഒരുപാടടുത്ത് നമ്മൾ ക്രിയേറ്റീവായ സൊല്യൂഷൻസ് കൊണ്ടുവരാനും അല്ലെങ്കിൽ കുറച്ച് ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്ക് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൈമില്, ആ സ്കൂൾ ടൈമില് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുക. അഡൾട്ട്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഇനിയും സ്റ്റാർട്ട് ചെയ്യാം. യു ക്യാൻ ഓൾവേസ് എക്സ്പ്രസ് യുവർ സെൽഫ് ത്രൂ വാട്ട് എവർ ഫോം യു വോണ്ട്. അത് ഒരു പോയിന്റിലും അത് ടാക്സിങ് ആവാതെ നോക്കുക. നിങ്ങൾക്ക് അതായത് നമ്മുടെ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല ആർട്ട്, നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധനമാണ് ആർട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അതിനെ എപ്പോഴും കാണുക. ആൻഡ് ഐ റിയലി ഹോപ്പ് എല്ലാവർക്കും everybody finds that flow state in their life, something that they can always go back to when times get tough. Thank you. I'm open to any questions. എനിക്കൊരു വലിയ ലോങ് പ്രസന്റേഷൻ ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. So I'm open to any questions. Thank you. Thank you Dr. Janaki. Thank you so much, ma'am. അതായത് ഇപ്പൊ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോ ഞാൻ പറയാണ് ഹൗ വി ഇന്ററാക്റ്റഡ് എന്ന്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ച് ഇങ്ങനെ ഒരു സെഷൻ എടുക്കാമോ എന്ന് ചോദിച്ച്, ഇൻ ദാറ്റ് ഇന്ററാക്ഷൻ ഡെഫിനറ്റ്ലി യു ആർ എ ബ്ലെസ്ഡ് കുട്ടി കേട്ടോ. കാരണം അമ്മയോടും എനിക്ക് സംസാരിക്കാൻ, അതായത് ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോഴും ഐ നെവർ ഫെൽറ്റ്, കാരണം ഒരു മോർണിംഗ് 7:00 to 7:15 ഞാൻ എനിക്ക് കോൾ വന്നത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ നേരം സംസാരിക്കാം, നമ്മുടെ കിച്ചൺ ടൈം ആണല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ചോദിക്കുമായിരുന്നു ആരാ, ഞാൻ പറഞ്ഞു ഡോക്ടർ ജാനകിയുടെ അമ്മയാ. ഡോക്ടർ ജാനകി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ ആഹാ, പുതിയൊരാളോടാണോ ഇത്രയും നേരം സംസാരിച്ചേ എന്ന് പറയായിരുന്നു. സോ ശരിക്കും വളരെയധികം ഒരു ഹോംലി ഫീലിംഗ് ആണ് ഡോക്ടർ മായയോട് സംസാരിച്ചപ്പോ തോന്നിയത്. അപ്പൊ അമ്മയോട് പ്രത്യേകം കാരണം ഡോക്ടർ ജാനകിക്ക് തിരക്കായതുകൊണ്ട് അമ്മയായിട്ടായിരുന്നു നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ജാനകി അവസരം ഒരുക്കി തന്നെ. ആൻഡ് വൺ മോർ നോട്ട്, ഹൗ യു, അതായത് ഞങ്ങളുടെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആണ് എന്ന് പറഞ്ഞ ഒരു വാക്ക്, അതായത് 10 പേരേ ഉള്ളൂ എങ്കിലും അതിൽ ഒരാൾക്കൊരു വ്യത്യാസം വന്നാൽ ഐ എം ഹാപ്പി, ഐ എം കണ്ടന്റഡ് എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ അത് മെസ്സേജിലും മോൾക്ക് തിരിച്ച് ഞാൻ മെസ്സേജ് അയച്ചതാണ്. യു ആർ ട്രൂലി ആൻ അസെറ്റ് ടു ദ സൊസൈറ്റി. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈറൽ ആവുക എന്ന് പറയും, മെഡിക്കൽ ഫീൽഡിൽ വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് ലിമിറ്റിംഗ് ആണ് അല്ലെ. പക്ഷെ സസ്റ്റൈനബിൾ ആയിട്ട് ആ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് യു ആർ പ്രൊമോട്ടിങ് ഹെൽത്ത്. ഞാൻ മെസ്സേജ് അയച്ചപ്പോ പറയണ്ടായി, സൂയിസൈഡ് പ്രിവെൻഷന്റെ അത് ഇമ്പോർട്ടൻസ് പറഞ്ഞ വീഡിയോ കേട്ടപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നിയത്. സോ ഇപ്പൊ ജോയിൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നതിന് ഒരുപാടധികം ഞങ്ങളുടെ പ്രചോദനയുടെ ഭാഗത്തു നിന്ന് പറയാണ്. ഒഫീഷ്യലി വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ഞാൻ വിളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക്
ഇന്ററാക്ഷൻ ക്വസ്റ്റ്യൻസിലേക്കും പോകാം കേട്ടോ. വോട്ട് ഓഫ് താങ്ക്സും ഞങ്ങൾ ഇതുപോലെ ഒരു യങ് ആർട്ടിസ്റ്റും കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന്, ഞങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കേഴ്സ് ഫാമിലിയിൽ നിന്ന് ഒരു പേഴ്സണെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഷീ ജസ്റ്റ് കംപ്ലീറ്റഡ് ഹെർ MBBS and I welcome Dr. Ajmia Rahim to deliver the vote of thanks. Hi, am I audible? Yes, yes. Okay. Hi all. Good evening, everyone. Myself, Dr. Ajmia here. As we come to the close of today's beautiful session, it is my privilege on behalf of Prajodhana Counseling and Personal Wellness to deliver the vote of thanks. First and foremost, our heartfelt gratitude goes to our speaker, Dr. Janaki Omkumar, for sharing such an enlightening talk on the healing power of art, exploring the connection between art and mental health. Your insights beautifully emphasized how creativity and expression through art can become pathways to healing and personal growth, both at personal and community level, and that art can be found in anything and everything we do that enables us to reach the flow state. Dr. Janaki also highlighted how creativity and art therapy, even journaling, helps release stress, anxiety, and suppressed emotions, and how it helps to develop emotional balance. And I'm sure each of us is taking home valuable reflections from this session. I also extend my sincere thanks to the organizing team and the collaborators, Prajodhana Counseling and Personal Wellness, the Indian Dental Association Malnadu branch, and Kerala Counselors Forum for their continued efforts, support, and encouragement throughout this webinar series. A big thank you to all the participants for your presence, attention, and active engagement. Let us continue this journey of understanding, compassion, and healing together. Wishing you all a restful night and looking forward to your participation in the upcoming sessions of the Mental Health Day webinar series. Once again, I express my gratitude to everyone who contributed to the success of today's program. Thank you and good night. Thank you, thank you. Now, Alice ma'am. Yes, Usha. Alice ma'am പറയൂ ഇപ്പൊ. റെസ്പെക്ടിങ് കണ്ടപ്പോ തൊട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. She is another co-founder of Prajodhana. Over to you, ma'am. ഓക്കെ, താങ്ക് യു ജാനകി. ഇത്രയും ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ടോക്ക് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പോഴും ഞാൻ അനുഭവിച്ച ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ജാനകി ഇതിനകത്ത് പറഞ്ഞത്. കുട്ടികളിൽ കണ്ടുവരുന്നത് അവരുടെ ആർട്ട് ഫോംസ് അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ വികസിപ്പിച്ച അക്കാഡമിക് തന്നെ വരും. പക്ഷെ നോർമലി സ്കൂളുകളിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടികളെയാണ് എല്ലാത്തിനും എടുക്കുക, എല്ലാ പ്രോഗ്രാമിനും. അതൊരു ഫോൾട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ റീൽസ് കണ്ടപ്പോൾ മുതലേ എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെ നേരിൽ കണ്ടില്ലെങ്കിലും ഓൺലൈൻ ആണെങ്കിലും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഇത് എനിക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ ഓൺ സ്റ്റോറി ആദ്യം പറഞ്ഞത് വളരെ ടച്ചിങ് ആയിരുന്നു. കാരണം അതിൽ നിന്നാണ് എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ സയൻസ് ബിഹൈൻഡ് ദീസ് കലകള്, അത് ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ സിസ്റ്റത്തിൽ എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാം, അതുപോലെ കമ്മ്യൂണിറ്റിയിൽ അഡൾട്ട്സിൽ എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാം. ഇപ്പം കുറച്ചൊക്കെ ജാനകി പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ച് ഡാൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഒരു U3 എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതിനകത്ത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എപ്പോഴും ഈ കലയെ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു കാര്യത്തിലും പങ്കെടുക്കാത്ത, ഇതുവരെ ജീവിതത്തിൽ ഡാൻസ് കളിച്ചിട്ടില്ലാത്ത ഞാൻ പോലും ഡാൻസ് കളിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ഇപ്പൊ നമ്മുടെ ഡാൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയും, ഈ ആലീസ് ചേച്ചിക്ക് ഡാൻസ് കളിക്കാമെങ്കിൽ ലോകത്തിൽ എല്ലാവർക്കും ഡാൻസ് കളിക്കാമെന്ന്. കാരണം ഞാൻ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ദാറ്റ് ഈസ് ആൻ എൻജോയ്മെന്റ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം, നമ്മളൊരു മാനസികമായിട്ട് വിഷമത്തിലിരിക്കുകയാണെങ്കിൽ ഒരു കലയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വളരെയധികം വലുതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് കലയിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റും. അതൊരു വലിയ അനുഭവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇത്രയും തിരക്കുള്ള ഡോക്ടർ ജാനകിയെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഉഷ പറഞ്ഞ വാക്ക് ഞാൻ പിന്നെ ഒന്നും കൂടി കടമെടുത്ത് പറയുകയാണ്. ഇതിനകത്ത് 10-80 പേരുണ്ടായിരുന്നു ആദ്യം. അപ്പം അതിലൊരാൾക്ക് ഒരു ചേഞ്ച് വന്നാല് ദാറ്റ് ഈസ് യുവർ സക്സസ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയും നല്ല രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. ഇങ്ങനെ ഉഷ പറഞ്ഞ പോലെ ഒരു യങ് ബ്ലഡ് നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.
Thank you so much. നിങ്ങള് എല്ലാവരും you have all been very kind to me. So thank you so much to Ajmia, Dr. Ushad, Alice Bam, എല്ലാവരും. Thank you so much. And ഐ എം വെരി സോറി, ഞാനൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ ഫേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് ടൈം ഇല്ലാത്തത്. ദാറ്റ്സ് വൈ എനിക്ക് ഒട്ടും എന്താ പറയാ, ഞാൻ ഉഷ മാഡത്തിനോട് ചോദിച്ചറിയാം, പലവട്ടം മാഡം വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എന്നെ കിട്ടാണ്ട് വന്നോണ്ടാണ് ഞാൻ എന്റെ അമ്മയുടെ നമ്പർ കൊടുത്തത്. ഐ ഫെൽ സോ ബാഡ്, മാഡം ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടാണ്ട്, ലൈക്ക് ഞാൻ അവൈലബിൾ അല്ലല്ലോ എന്നുള്ളത്. എന്റെ എക്സാംസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കാം, അതുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഐ എം ഓൾസോ വെരി സോറി ടു ദി വ്യൂവേഴ്സ്. എനിക്ക് കുറച്ചുകൂടെ ഗ്രാഫിക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഒട്ടും സമയം കിട്ടാനുകൊണ്ടാണ്, അതുകൊണ്ട് കുറച്ച് ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. ബട്ട് ഐ ഹോപ്പ് എന്തെങ്കിലുമൊക്കെ കൺവേഡ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ അല്ല, എപ്പോഴാ റെഡി ആവണേന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. താങ്ക് യു. അതല്ല ഇപ്പൊ ആലിസ് മാഡം അത് പാരാഫ്രീസ് ചെയ്തത് കണ്ടോ? വാട്ട് യു മെൻഷൻ, അതിപ്പോ PPT ഇല്ലെങ്കിലും ദാറ്റ് റീച്ച്ഡ് അവർ ഹാർട്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ ഇത്? അത് സന്തോഷം കേട്ടതില്. പിള്ള സാറ് കൈ പൊക്കിയതാണോ? യെസ്, അൺമ്യൂട്ട് ചെയ്തോളൂ, ചോദിച്ചോളൂ. അതെ, ഞാൻ 3 മിനിറ്റ് എടുത്തോട്ടെ, കുഴപ്പമില്ല, പറയാൻ. യെസ് സർ, ഓക്കെ. കേൾക്കാമോ? കേൾക്കാമല്ലേ? ഓക്കെ. കേൾക്കാം. എനിക്കൊരു കൊച്ചു ഡോക്ടർ വേണമെങ്കിൽ വിളിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? മകളുടെ അത്ര പോലും ഇല്ല, മകളുടെ അത്രയും വേണ്ട അല്ലേ? കൊച്ചുമോൾ അത്രയും വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റി. അതായത് ഞാൻ അലാറം വെച്ചിരുന്നു 8:20, അലാറം അടിച്ചില്ല. എന്തോ കാരണം കൊണ്ട് സൈലന്റ് ആയി പോയി. എന്തോ ഫോൺ സൈലന്റ് ആക്കേണ്ടി വന്നത് കാരണമായിരിക്കണം എന്ന് തോന്നുന്നു. അലാറം അടിച്ചില്ല. 8:40 ആയപ്പോഴാണ് പെട്ടെന്ന് അറിഞ്ഞത്. പെട്ടെന്ന് ഓടി ഒന്ന് കയറുക ചെയ്തത്. കണ്ട് ശ്രദ്ധിച്ചു കാണും. അപ്പോഴാണ് ഞാൻ ആളിനെ ശ്രദ്ധിച്ചത്. ഷോർട്ട് ടൈമില് ഉള്ള എങ്കിലും കുറച്ച് സമയം കേട്ടുള്ളെങ്കിലും വളരെ നന്നായിരുന്നു. അതിലേറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ആർട്ടും അക്കാഡമിക്സും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. കാരണം എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ലത്. കാരണം ഞാനൊരു കലാകാരനാണ് കേട്ടോ. എന്ത് കലാകാരനാണെന്ന് അറിയാമോ? കലയെല്ലാം കേൾക്കും, ആസ്വദിക്കും, അതേ ഉള്ളൂ. പക്ഷെ കലാകാരനായി മാറാനുള്ള അവസരം കിട്ടിയില്ല. സത്യം. അതിപ്പം ഈ പറഞ്ഞ കൂട്ടത്തില് മെയിൽസ് ആർ ഹാവിങ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞില്ലേ, അത് വളരെ എസ്പെഷ്യലി മെയിൽസിൽ നിന്ന് അതായത് എൻവയൺമെന്റിൽ വലിയ ഘടകമാണ്. ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമുക്കിത് പഠിക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ വലിയൊരു ഘടകമാണ്. ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ചെറുപ്പം മുതലേ വളരെ ഗ്രോഡപ്പ് ആകുന്നിടം വരെ ഈ മൃദംഗം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് മൃദംഗം പറിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഒരു 8ാം ക്ലാസ് മുതൽ മൃദംഗം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മൃദംഗിസ്റ്റിന്റെ അടുത്ത് പഠിക്കാനായിട്ട് പോയി. അപ്പൊ ഭാഗ്യമോ നിർഭാഗ്യമോ അവിടെ ചെന്നപ്പം മൃദംഗിസ്റ്റൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞു, എന്തിനാ മോൻ പഠിക്കാൻ മൃദംഗം പഠിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മോൻ അങ്ങനെ ഇപ്പൊ എന്തെടുക്കാണ്? ഞാൻ SLC കഴിഞ്ഞ് പ്രീ ഡിഗ്രി പോകാനായിട്ട് തയ്യാറാണ്. അപ്പം എനിക്കൊരു അനുഭവം, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. മോനെ പഠിച്ച് നല്ല നിലയിലെത്തി ഒരു നല്ലൊരു പ്രൊഫഷനിൽ കയറിയതിന് ശേഷം ആർട്ടിലേക്ക് തിരിയുകയാണെങ്കിൽ നന്നായിരിക്കും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതുപോലെ അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്നെ പോലെ ഇത് വളരെ ഏറെ കഷ്ടപ്പെടും, നടുക്കടലായി പോകും എന്ന് പറഞ്ഞു. അതെന്നെ വളരെ സ്പർശിച്ചു കേട്ടോ. കാരണം എബോവ് മീഡിയം ലെവലാണ് നമ്മുടെ ഫാമിലി. അപ്പൊ എസ്പെഷ്യലി ഈ മെയിൽസിന്റെ നമുക്ക് ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം പഠനം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആവശ്യം ഫാമിലി കാര്യങ്ങൾ നോക്കണം, സാധനങ്ങൾ മേടിക്കാം, കടകളിൽ പോകണം, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പം നമുക്ക് എസ്പെഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മ്യൂസിക്, ഡാൻസ്, ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലോ, പാട്ട്, ഡാൻസ്, ഇൻസ്ട്രുമെന്റ്സ്, അഭിനയം, ഡാൻസ് എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സാഹചര്യം വന്നപ്പോഴത്തേക്ക് അതെല്ലാം മാറ്റി വെക്കേണ്ടി വന്നു. ഏതാണ്ട് മോസ്റ്റ് ഒരു 75% മെയിൽസിന്റെ കാര്യത്തില് ഞാൻ കണ്ടെത്തിയത് ഇതാണ്. അപ്പം അങ്ങനെ വരുമ്പോ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. പിന്നെ ഉള്ള ഒരേ ഒരു അപ്പൊ ഞാനതുകൊണ്ട് അക്കാഡമിക്സിലായിട്ട് തിരിഞ്ഞു നല്ല അവസാനം ബാങ്ക് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ലോങ് 33 years ഡിഫറെന്റ് കപ്പാസിറ്റിയിലെ 5-6 ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു. ഇങ്ങനെയൊക്കെ വന്നു. അത് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അവസാനം ഞാനൊരു ബിസിനസ്സിൽ ഒരു ഡിസിഷൻ എടുത്തു. നമ്മൾ ഏത് പൊസിഷനിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും എങ്ങനെ ഇരുന്നാലും എൻജോയ് ചെയ്യുക.
സത്യമല്ലേ? എന്ത് വേണം നമുക്ക് എങ്ങനെ വേണം എൻജോയ് ചെയ്യാം. പാട്ട് നമ്മൾ അഭിനയിക്കണമെന്നോ ഡാൻസ് അഭിനയിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. പാട്ട് കേട്ടാൽ നമുക്ക് എൻജോയ് ചെയ്യാം. ഡാൻസ് ഭംഗിയായിട്ട് കണ്ടാൽ എൻജോയ് ചെയ്യാം. അത് നമുക്ക് ഇമേജ്ഡ് ആയി പോകാം. അപ്പൊ നമ്മൾ എൻജോയ്മെന്റിന് ഒരു അതിർത്തിയില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇന്നതായിട്ട് ഇങ്ങനെ ടാലന്റ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. ദാറ്റ് ഈസ് ഇറ്റ്സെൽഫ് ഈസ് സഫിഷ്യന്റ്. നമ്മൾ ഏത് പൊസിഷനായിട്ട് തട്ടിച്ചു നോക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോ അല്ലാതെ ഈ സ്റ്റേജിലൊക്കെ കയറി ഒന്നും അല്ലാതെ ഡാൻസ് കളിക്കുമ്പോൾ അത് ഒക്കേടായിട്ട് തോന്നും. അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് പഠിക്കണം. പിന്നെ വേറൊന്ന്, മ്യൂസിക്കില് ഇൻസ്ട്രുമെന്റ്സിലെ മ്യൂസിക് ഇതിനിടയ്ക്ക് ഒരു 3 വർഷം വയലിൻ പഠിക്കാൻ പോയി. 50 വയസ്സിന് കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത്. 50 years കഴിഞ്ഞിട്ട് 3 വർഷം വയലിൻ പഠിക്കാൻ പോയി. അപ്പം പെട്ടെന്ന് തന്നെ ഇതായി, പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇതായി ഫ്ലറിഷ് ചെയ്തു വന്നു. അതിന്റെ കീർത്തനം വരെ വന്നു കേട്ടോ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ സ്ട്രിങ്ങിലോട്ടും വിരലോടത്തില്ല. ആ ഒരു അവസ്ഥയിൽ എത്തി. അത് കാരണം അത് ഡൗൺ ആക്കേണ്ടി വന്നു. പറയാണ്. അപ്പൊ ഏജ് ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് പറയാണ്. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഈ ആർട്ടിൽ എസ്പെഷ്യലി അങ്ങനെ തിരിക്കുകയാണെങ്കിൽ, മ്യൂസിക്, ആർട്ട്, ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് എന്താണ് ഇതിനൊക്കെ തിരിക്കുകയാണെങ്കിൽ ഡെയിലി 3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കതില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്ക് അപ്കമിങ് ആയിട്ട് വരാൻ പറ്റില്ല. പക്ഷെ അത്ര പഠിച്ചോ എൻജോയ് ചെയ്യാം, അത്രയല്ലേ ഉള്ളൂ. ശരിക്കും 3 മണിക്കൂർ ഡെയിലി, അങ്ങനെ ഒരു 3-5 വർഷം ബുദ്ധിമുട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഔട്ട്സൈഡിൽ പെർഫോം ചെയ്ത് വരാൻ പറ്റും. സത്യമല്ലേ? അല്ലേ? ഇങ്ങനൊക്കെ ചില എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. വളരെ നന്നായിട്ടുണ്ട്. ഇത് വളരെ കോൺഫിഡന്റ് ആർട്ട് ആയതുകൊണ്ട് ഞാൻ ഇത്രയും അഭിപ്രായം പറഞ്ഞു. ലെങ്തി ആയിപ്പോയെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. സോറി. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. അതല്ല, സാർ പറഞ്ഞ ഒരു ആസ്വാദനയും ഒരു കലയാണ്. അത് മറ്റേ തുടങ്ങിയപ്പോ തന്നെ ജാനകി ഡോക്ടർ പറഞ്ഞിരുന്നു അത്. അതായത് നമ്മൾ ചില പെർഫോമൻസ് കാണുമ്പോ ഉണ്ടല്ലോ, അത് ജാനകിയുടെ ഇൻസ്റ്റാ പേജിൽ ഞാൻ പറയുന്നു, ഈ ഭജഗോവിന്ദത്തിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതായത് ആർട്ട്, ആർട്ടിസ്റ്റ്, ഓഡിയൻസ്, ഇത് 3ഉം ഒന്നായിട്ട് സമയം പോകുന്നത് പോലും അറിയാതെ നമ്മൾ എൻജോയ് ചെയ്ത് ജോ ഡ്രോപ്പിംഗ് പെർഫോമൻസ് എന്ന് പറയില്ലേ, ദാറ്റ് ഇസ് എ ഫ്ലോ മൊമെന്റ് എന്ന് തോന്നും. സോ അത് ആസ്വാദകർക്കും സാധിക്കും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് സർ ഫോർ ഷെയറിങ് യുവർ വ്യൂസ്. സാറ് പറഞ്ഞത് ഭയങ്കര സത്യമാണ്. മെയിൽസിന് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള ഒരു പ്രഷർ കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പാഷനപ്പുറം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ചേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതൊരു ഭയങ്കര വാസ്തവമായ കാര്യമാണ്. ഇനിയുള്ള കാലത്തെങ്കിലും അതൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സാറിന് ഇപ്പോഴും ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. സാറ് പിന്നെ പറഞ്ഞ പോലെ ആസ്വാദന കല എന്ന് പറയുന്നത്, അതില് ഞാനൊരു കാര്യം ഈ അടുത്ത് കണ്ടിരുന്നു. റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടത്തിയിരുന്നു. യു കെയിലെ ഒരു മ്യൂസിയത്തില് വരുന്ന ആൾക്കാരുടെ ഒക്കെ തലയിൽ ഇവിടെ ഇങ്ങനെ ഒരു ബാൻഡ് വെച്ചിട്ട് അവർ EG റെക്കോർഡ് ചെയ്യും. അപ്പോ എന്നിട്ട് ആ EG അവിടുത്തെ സ്ക്രീനിൽ തന്നെ കാണിക്കും. അവർ ഓരോ ആർട്ട് വർക്കും കാണുമ്പോൾ അവരുടെ ബ്രെയിൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇവര് ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അവരെന്നിട്ട് അതിന് ടൈം മാർക്ക് ഉണ്ട്. ഇവർ ഈ പെയിന്റിങ്ങിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് ഇത് ഇങ്ങനെ കണ്ടത്, ഈ പെയിന്റിങ്. അപ്പൊ എന്നിട്ട് അവരോട് തിരിച്ചു ചോദിക്കും, ഓരോ അതായത് നിങ്ങൾ അന്നേരം എന്തായിരുന്നു ചിന്തിച്ചത്, എന്തായിരുന്നു, വാട്ട് ഡിഡ് യു തിങ്ക് എന്നുള്ളത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കാണാൻ. അതായത് ആ വ്യൂവറിന്, ഇത് പെർഫോം ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല, വ്യൂവർ എത്രത്തോളം അത് കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ട്, അവര് ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന തോട്ട് പ്രോസസ്സ് പാറ്റേൺ ബ്രേക്ക് ചെയ്ത് എത്ര ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോ അത് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഡെഫിനറ്റ്ലി വേർത്ത് ആണ്. അപ്പൊ സാറ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് ഐ ഹോപ്പ് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റട്ടെ. നൗ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹോബിനെ പറ്റി. അതെ അതെ. ആക്ച്വലി ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എല്ലാവർക്കും വേണ്ടി ഒന്ന് റീഡ് ചെയ്യാം. ഡോക്ടർ, ഡു യു തിങ്ക് ഫിസിക്കൽ ആർട്ട് ഫോംസ് ഓർ പെർഫോമൻസ് ആർട്സ് ക്യാൻ ഹീൽ അവർ മൈൻഡ്? ഹൗ അബൌട്ട് പെയിന്റിംഗ്, കുക്കിംഗ്, ഗാർഡനിങ്? ദെൻ വി ഷുഡ് റീഫ്രേസ് ഇറ്റ് ആസ് എ ഹോബി, റൈറ്റ്? അത് വളരെ സത്യമാണ്. ഐ വുഡ് സേ അതിനെ ഹോബി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ശരിക്കും കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഒരു ഫോം ഓഫ് ആർട്ടായി തന്നെ, നല്ലൊരു പൂന്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കല തന്നെയാണ്.
അത് അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു സെൻസ് ഓഫ് എസ്തെറ്റിക്സ് വേണം. നമ്മളതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളതിൽ ടെക്നിക്സ് പഠിക്കണം. അതൊരു കല തന്നെയാണ്. കുക്കിംഗ് ഡെഫിനറ്റ്ലി ഒരു ആർട്ടാണ്. അതൊരു ആർട്ട് അല്ലാതെ ആയി കാണേണ്ടി വരേണ്ട അവസ്ഥ വരുന്നത് അതൊരു ടാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമായി മാറുമ്പോഴാണ്. 3 നേരം എല്ലാവർക്കും വേണ്ടി വീട്ടമ്മമാര് വെച്ചുണ്ടാക്കി കഴിയുമ്പോഴാണത് അവർക്കതൊരു ഡെയിലി റുട്ടീൻ ആവുമ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു എസ്കേപ്പിന് പകരം അതൊരു ജോലിയായി മാറും. അപ്പോഴാണ് കുക്കിംഗ് ഒരു ബുദ്ധിമുട്ടായി മാറുന്നത്, അത് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടായി മാറുന്നത്. കുക്കിംഗ് ഡെഫിനറ്റ്ലി ഒരു ഒരു ആർട്ട് തന്നെയാണ്. ഇഫ് നമ്മളൊക്കെ അങ്ങനെ ഒരാള് ഇൻവെസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മളെല്ലാം വീട്ടിലെല്ലാവരും അതില് ഒരു പങ്കായാൽ അവർക്കും അതൊരു എൻജോയബിൾ പ്രോസസ്സായി മാറും. സോ അതും എൻജോയ് ചെയ്യാവുന്നതാണ്. അതിനെ വേണമെങ്കിൽ ഹോബി എന്ന് തന്നെ പറയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം? ഷുവർ. ഓക്കെ, നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് ബീറ്റ വേവ്സിനെ ആർട്ട് ചെയ്യുന്ന സമയത്ത് ബീറ്റ വേവ്സ്, ആൽഫ വേവ്സ്, ഗാമ റേസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അല്ലെ ബീറ്റ വേവ്സിൽ പറഞ്ഞത് ആങ്സൈറ്റി ഒക്കെ കുറയും എന്ന് പറഞ്ഞു. ആൽഫ വേവ്സിൽ കുറെ റിലാക്സ് സ്റ്റേറ്റ്, അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ല. സോ അതായത് ആൽഫയും തേറ്റയാണ് കുറച്ചുകൂടെ റിലാക്സ്ഡ്, ബീറ്റ വേവ്സിലാണ് നമ്മൾ ആക്റ്റീവ് ആവുന്നത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, അപ്പൊ തന്നെ ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞുണ്ടായി. ആൽഫയിലും ബീറ്റയിലും, ആൽഫയിലും തേറ്റയിലുമാണ് റിലാക്സ്ഡ്. ഓഹോ. ആൻഡ് ഗാമ റേസോ? ഗാമ ആ കോണ്ടെക്സ്റ്റിലല്ല പറഞ്ഞത്. അതായത് നമ്മൾ റിലാക്സ്ഡ് ചെയ്യുമ്പോൾ ഗാമ സ്പൈക്സ് എന്ന് പറയുന്ന ഒരു ഫിനോമിനം കാണുന്നുണ്ട്, വിച്ച് ഇസ് കറസ്പോണ്ടിങ് ടു നമ്മളൊരു റിലാക്സ് സ്റ്റേറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വരില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസിനോട് കറസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് റിസർച്ച് പറയുന്നത്. അതാണ് ഗാമേനെ പറ്റി. ഗാമ സ്പൈക്സ് ആണത്. മറ്റേ നേരത്തെ പറഞ്ഞ ആൽഫയും തീറ്റയുമാണ് റിലാക്സ് സ്റ്റേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അത് അങ്ങനെ റിലാക്സ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകും എന്നാണ് പറയണത് അല്ലേ? പൊതുവെ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ് പേഴ്സ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു കംപ്ലീറ്റ്ലി ഇൻക്ലൂസീവായി പറയാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ റിലാക്സ്ഡ് ആവുന്നു എന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല എന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. കാരണം നിങ്ങളെ ബ്രെയിൻ ശരിക്കും വെറുതെ ഇരിക്കുമല്ല ആ സമയം, പകരം അത് അത്രയും പ്രോസസ് ചെയ്യുന്നുണ്ട് പാട്ട് കേൾക്കുമ്പോൾ. അപ്പൊ ഇതൊരു 100% ഇൻക്ലൂസീവ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല മാഡം. അതായത് ഓരോ ആർട്ട് ഫോം അനുസരിച്ച് അത് മാറും. നിങ്ങള് ഇപ്പൊ ഒരു പെയിന്റിംഗ് ആണോ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏത് സെൻസേഷൻ ആണോ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് അനുസരിച്ച് അത് മാറും. സോ ഐ വുഡ് സേ അതൊരു 100% ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ആയി എടുക്കരുത്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ടോ? ഒരുപാട് പേര്. ഫാത്തിമ ടീച്ചർ? യെസ്. അയ്യോ, ഞാനേ ഈ മോളെ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഭയങ്കര കാരണം ആ ഡാൻസ് ഞാൻ റിപ്പീറ്റ് അടിച്ച് ഒരുപാട് പ്രാവശ്യം കണ്ടതാ. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല സെഷനായിരുന്നു. ഞാൻ മുഴുവനും ഇരുന്ന് അത് കേട്ടു. ഞാൻ ഇതിലെ ഒരുപാട് കുട്ടികളെ, ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ ശരിക്കും ഈ ആർട്ടിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കലാപരമായിട്ടുള്ള ഒത്തിരി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത് അവരിൽ ഒരു ചേഞ്ചും വരുത്തുന്നുണ്ട്, പോസിറ്റീവ് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ. നല്ലതായിരുന്നു. നല്ല ഇന്നസെന്റ് ആയിട്ട് നമ്മൾ പറയാറില്ലേ ഈ ഹൃദയം കൊണ്ട് സംസാരിക്കാന്ന്. തലച്ചോറ് കൊണ്ട് സംസാരിക്കുന്നവരും ഉണ്ട്, ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരുണ്ടെന്ന് പറയാറുണ്ട്. അതിലൊരു ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു കുട്ടി, അങ്ങനെയാ തോന്നിയത്. ഭയങ്കര സന്തോഷായി. ഓക്കെ, താങ്ക് യു. ഉഷ കേൾക്കാൻ വയ്യല്ലോ. ഉഷ മ്യൂട്ട് ചെയ്തേക്ക. ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. നമ്മള് നോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ ഡോക്ടർ അജ്മിയയുടെ അമ്മയാണ് കേട്ടോ. താങ്ക് യു ടീച്ചർ. ടീച്ചറുടെ മോനും അതെ, വലിയൊരു ആർട്ടിസ്റ്റ് ആണ്. നിങ്ങളുടെ മെഡിക്കോസിന്റെ ലോഗോസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്.
ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം, കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളുടെ ഫെസ്റ്റിന്റെ ഒക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ ബി ഹാപ്പി ടു ആൻസർ. ഐ വുഡ് സേ എനിക്ക് ഒരു അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റോ സൈക്യാട്രിസ്റ്റിനോ ഒക്കെ തരാൻ പറ്റുന്ന പോലെ എങ്ങനെ ഹീൽ ചെയ്യാൻ ഡയറക്ട്ലി യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് ഇതെങ്ങനെ ലൈഫിൽ കൂടെ കൊണ്ടുപോകാന്നുള്ള ടെക്നിക്സ് ആണ് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുക. കാരണം എന്റെ പേരൻസ് ഇപ്പോഴും ആർട്ട് പേഴ്സ് ചെയ്യുന്നവരാ. അവരിപ്പോ എന്റെ അച്ഛൻ റിട്ടയർമെന്റിന് ശേഷം പിന്നെയും ഹീസ് ഡൂയിങ് കച്ചേരി ഒക്കെ ചെയ്യും. അപ്പോ ഞാൻ അവരെയും കാണുന്നതാണ്. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐ ബി ഹാപ്പി ടു ആൻസർ. അതെ, എപ്പോഴും പ്രാക്ടിക്കൽ ടിപ്സ് ആണല്ലോ നമുക്ക് പ്രയോജനപ്പെടുക. ഈ തിയറി ഒക്കെ കേൾക്കുന്നതിനേക്കാൾ ആ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നും കേൾക്കുമ്പോഴാണ് നമുക്കൊരു എൻകറേജ്മെന്റ് കിട്ടുക. ഇത് നമുക്കും പറ്റും എന്നുള്ളൊരു തോന്നല്. യെസ്, ആരതി ഹാൻഡ് റൈസ് ചെയ്തിട്ട്. ഹലോ ചേച്ചി, ഞാൻ വിളിച്ചോട്ടെ? ഞാൻ BDS തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അതെ, ആക്ച്വലി ഉഷ മാം കാരണമാണ് ഞാൻ ഇപ്പൊ ഇന്ന് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ലൈക്ക് നല്ലൊരു ടോക്ക് ആയിരുന്നു. കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാനും വിശ്വസിക്കുന്നത് അതെനിക്ക് അക്കാഡമിക്സിൽ എക്സൽ ചെയ്യാൻ പറ്റിയത് ഞാൻ ഡാൻസ് പഠിച്ചത് കൊണ്ടാണ്. ഞാൻ 4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കണായിരുന്നു. സോ അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ആയത് ഞാൻ ഈ ഒരു കല പഠിച്ച കൊണ്ടാണെന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ലൈക്ക് BDS വന്ന് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ബിക്കോസ് ഡാൻസ് എന്ന് പറയുന്നത് എന്റെ പാഷൻ. അപ്പൊ പാഷനും പ്രൊഫഷനും എനിക്ക് മുമ്പോട്ട് ലൈക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇടയ്ക്ക് കോൺഫിഡൻസ് ഡൗൺ ആകും. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടൈം കണ്ടെത്തും. സോ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും. ബട്ട് എന്നാലും ചില സമയത്ത് ആ ഒരു പേടി എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഈ പാഷനും പ്രൊഫഷനും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഞാൻ ഒരു ടോക്ക് ഞാൻ അറ്റൻഡ് ചെയ്തത്. ആൻഡ് താങ്ക് യു സോ മച്ച് ചേച്ചി. ഈവൻ ചേച്ചി ഇൻസ്റ്റാഗ്രാമിലായാലും റീലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ ലൈക്ക് എന്നെ പോലുള്ളവർക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഇത് രണ്ടും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആരതി for the honest opinion. I'm happy you can relate to it. കാരണം എന്നോട് ചില മെഡിക്കൽ സ്റ്റുഡൻസ് ആക്ച്വലി ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഡാൻസിലോ അല്ലെങ്കിൽ മറ്റൊരു ആർട്ട് ഫോമിലോ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഡസ് ഇറ്റ് മേക്ക് യു എനി ലെസ് ഓഫ് എ ഡോക്ടർ, അല്ലെങ്കിൽ ആ ഒരു മെഡിസിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാതായി പോവുമോ, നമ്മുടെ ക്വാളിറ്റി കുറയോ എന്നൊക്കെ. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഐ ഹോപ്പ് ആരതി പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെഡിസിൻ പോലെയുള്ള പ്രൊഫഷൻസിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ പ്രൊഫഷനും ഹൈ സ്ട്രെസ് തന്നെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും സ്ട്രെസ് മാനേജ് ചെയ്യാൻ മാത്രമല്ല, കൊളീഗ്സിനോട് ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് ജനറൽ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസും എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ ഇതുപോലെയുള്ള ആർട്ട് ഫോംസ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ്, അതാണ് എനിക്ക് ഏറ്റവും അധികം തോന്നിയിട്ടുള്ളത്. നമ്മള് എത്രത്തോളം മറ്റൊരാളുടെ അടുത്ത് നിന്ന് പഠിക്കാനും സ്വന്തമായി, അതായത് ലേൺ അൺലേൺ ആൻഡ് റീലേൺ എന്ന് പറയുന്ന പ്രോസസ്സ് ഏറ്റവും അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ് ഇതൊക്കെ. ഐ എം റിയലി ഹാപ്പി യു കുഡ് റിലേറ്റ്. ടൈം മാനേജ്മെന്റ് ശരിക്കും ഇഫക്റ്റീവ് ആവുന്നത് ഇങ്ങനെയുള്ള ആർട്ട് ഫോമും അക്കാഡമിക്സും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ്. അത് ഡെഫിനറ്റ്ലി മാം. എനിക്കത് ഏറ്റവും അധികം തോന്നിയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻവേഷൻ കാരണം അതൊരു വലിയ പ്രശ്നമായിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും സ്ക്രീൻ ടൈം എടുത്തു നോക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എന്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ സ്ക്രീൻ ടൈം എടുത്തു നോക്കിയാൽ മിക്കവർക്ക് 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഒരു ആവറേജ് ഉണ്ട് ഒരു ദിവസം. അതിൽ 1 മണിക്കൂർ മതി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ ഒരു പാഷൻ പെർസ്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഹോബി പെർസ്യൂ ചെയ്യാൻ. ബട്ട് സ്ക്രീൻസ് ആർ ടേക്കിംഗ് അവേ എ ലോട്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം നമ്മുടെ വർക്കും സ്റ്റഡീസും ഒക്കെ സ്ക്രീനിലാണ്, ഹോബിയും ഇപ്പൊ സ്ക്രീനിലായി മാറുക എന്നുള്ളതാണ്. നമ്മളൊരു നെക്സ്റ്റ് ഉടനെ തന്നെ അടുത്ത എന്താ, നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കാണും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ് നെക്സ്റ്റ് തോട്ട് തന്നെ. പിന്നെ ഹോബിയും സ്ക്രീനിലാവും. അപ്പൊ ഇതുപോലെ സ്ക്രീൻസിൽ നിന്ന് നമ്മളെ പുള്ളി ചെയ്ത് ഒരു റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഹോബി അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം എല്ലാവർക്കും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി. ഹലോ ഡോക്ടർ. യെസ്, ഹലോ. ഹലോ, കണ്ടിട്ട് ജാനകി കുട്ടി എന്ന് വിളിക്കാനാണ് തോന്നണത്.
എങ്ങനെ വിളിച്ചോളൂ. ഡോക്ടർ, അതുകൊണ്ട് ഡോക്ടർ എന്ന് തന്നെ വിളിക്കണമല്ലോ. അയ്യോ അത് കുഴപ്പമില്ല. ഇല്ല, ഞാൻ ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ അത് അന്നും കണ്ടിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പൊ മാം അത് ഷെയർ ചെയ്തപ്പോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഡാൻസിനോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ട്. കാരണം എന്റെ മോൻ ഇതുപോലെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കൊച്ചാ. അവനിപ്പോ +2 കഴിഞ്ഞു. അപ്പൊ ചെറുപ്പത്തിലെ ഒരു 2ാം ക്ലാസ് മുതലൊക്കെ ഡാൻസിന് വിടുമായിരുന്നു. ഡാൻസിന് പോയിട്ട് സ്കൂളിലുള്ള പഠിക്കലൊന്നും കാര്യമായിട്ട് ചെയ്യില്ല. വന്ന വഴി തന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് വിടും. ഡാൻസിൽ അപ്പൊ ഞങ്ങൾ ചെന്നൈയിലായിരുന്നേ. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവും. സമാജം ഇതിനൊക്കെ സൈഡിലൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോഴൊക്കെ ഇപ്പോ ജാനകിക്കുട്ടി പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ എന്റെ മോനോട് പറയുമായിരുന്നു. എനിക്ക് ഓർമ്മയുടെ അതാണ് ഓർത്തത്. അതായത് സ്റ്റേജിലേക്ക് കളി, നീ എൻജോയ് ചെയ്ത് കളിച്ചോ, നീ പ്രൈസിനെ പറ്റി ഒന്നും ഡിസ്റ്റർബ്ഡ് ആവൊന്നും വേണ്ട, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട, എൻജോയ് ചെയ്തോ, പോയി സൂപ്പർ ആയിട്ട് കളിച്ചോളാൻ പറയുമായിരുന്നു. പക്ഷെ ആ ചെറുപ്പത്തിലേക്ക് അവനത് കളിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ പ്രൈസ് കിട്ടി തുടങ്ങിയപ്പോ കുറച്ച് കോൺഷ്യസ് ആയി തുടങ്ങി. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എനിവേ, പക്ഷെ ആ ഡാൻസിനുള്ള ആ ഒരു ഇഷ്ടം പതുക്കെ പതുക്കെ കുറഞ്ഞ് പിന്നെ ഇപ്പോ എഞ്ചിനീയറിങ് അങ്ങനത്തെ ഒരു ഇതിനകത്തേക്ക് ആ ഒരു പാഷൻ ഇപ്പൊ കഴിഞ്ഞ മെയിൻസിലൊക്കെ അങ്ങനത്തെ ഒരു ഇതിനകത്തേക്ക് വന്നു. എന്തായാലും ജാനകിക്കുട്ടിക്ക് ഇപ്പോഴും ആ ഡാൻസ് ചെയ്യും അതുപോലെ തന്നെ കൊണ്ടുപോകാൻ, കൺസിസ്റ്റൻസിയിൽ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത് അത് ശരിക്കും ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. അങ്ങനെ കൊണ്ടുപോകുന്നതും അതേ എനർജറ്റിക് ആയിട്ട് എപ്പോഴും. ഞാൻ കുറെ റീൽസ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ അതൊരു റീല് കണ്ടു, നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് കുട്ടികൾ കാണുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു റീല് കണ്ടിരുന്നു ഞാൻ. അതെനിക്ക് ക്ലിയർ ആയില്ല. ഇൻസ്റ്റാഗ്രാം റീൽസ് കുട്ടികൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവര് പഠിക്കുന്നതിൽ 10 മണിക്കൂർ പഠിക്കുന്നതിന് ഒരു റീൽ ഇട്ടിട്ടില്ലേ? 10 മണിക്കൂർ ചില കുട്ടികള് അത് അത്ര ക്ലിയർ ആയില്ല. അത് കണ്ടിരുന്നു. കുട്ടികളെ അത് കുറച്ച് കൂടുതൽ ടൈം പഠിക്കും, ചില ദിവസം പഠിക്കും, ചില ദിവസം പഠിക്കാൻ അത്ര പറ്റില്ല, പക്ഷെ അതിന് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ, കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേണമെങ്കിൽ ആ വീഡിയോയിലെ കണ്ടന്റ് ഒന്നുകൂടെ പറയാം നമുക്ക്. ആ ഭാഗം അല്ലേ? വളരെയധികം. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികള് ഇപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്നു അത്, അതായത് സമയം നമ്മൾ അതിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്ത് പോകുന്നത് അല്ലേ? ആ വീഡിയോയിലെ കണ്ടന്റ് മറ്റൊന്നുമല്ല, അത് ശരിക്കും പറഞ്ഞാൽ അന്ന് മോർണിംഗ് എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒട്ടും മോട്ടിവേഷൻ കിട്ടുന്നില്ല എക്സാമിന് പഠിക്കാനായിട്ട്. ഭയങ്കര വിഷമിച്ചാണ്. എന്റെ ഒരു ജൂനിയർ ആണ് എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞു, ഒരു നിവർത്തിയില്ല ചേച്ചി, പഠിക്കാനേ അപ്പൊ അവനൊരു ഭയങ്കര മേജർ എക്സാം ഉണ്ട് ഉടനെ തന്നെ 2 മാസത്തില്. അവനതിന് മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ചപ്പോ എത്ര പേരാ ഇതേ കാര്യം പറയുന്നത്, അങ്ങോട്ട് നമുക്കൊന്നും ഇരിക്കാൻ ഉള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ തിരിച്ചാലോചിക്കുമ്പോ ശരിക്കും ഡെയിലി നമുക്ക് ആ മോട്ടിവേഷന് വേണ്ടി തേടാൻ പറ്റില്ല. ഡെയിലി ആരെങ്കിലും ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു മോട്ടിവേഷണൽ സ്പീച്ച് തരില്ല. നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട് അറ്റൈൻ ചെയ്യാനായിട്ട്, അതിനു വേണ്ടി വർക്ക് ചെയ്യൂ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. അപ്പോ അതാണ് ആ റീലിലെ കോൺസെപ്റ്റ്. സോ ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു റുട്ടീനാണ് എന്നുള്ളതാണ് ആ റീലിൽ ഞാൻ പറയുന്നത്. മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അതൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്കെഡ്യൂൾ ഒരു ഹാബിറ്റ് ആക്കി മാറ്റൂ. നമ്മൾ പല്ല് തേക്കുന്നത് പോലെ ഇപ്പൊ പഠിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെന്താ രാവിലെ തന്നെ ഇത്ര സ്ലോട്ടിൽ നമ്മൾ പഠിച്ചിരിക്കും എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കുക. ഡെയിലി ബേസിസിൽ എന്ത് സംഭവിച്ചാലും ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. അതാണ് ആ റീലിന്റെ ഒരു സാരാംശം. അതെ, മോട്ടിവേഷൻ ഇസ് ടെമ്പററി, ഡിസിപ്ലിൻ ഇസ് പെർമനന്റ്. അതെ, ഇൻ ഷോർട്ട് അതാണ് കറക്റ്റ്. അല്ല, ഞങ്ങൾ പ്രചോദന എന്ന പേര് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരോടും ചോദിക്കും, അത് മോട്ടിവേഷൻ ആണോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും മോട്ടിവേഷൻ അല്ല. എവിടെയെങ്കിലും നമ്മളിങ്ങനെ സെഷന് പോകുമ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയരുത്. കാരണം നോ ബഡി ക്യാൻ മോട്ടിവേറ്റ് എനിവൺ. ആർക്കും ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. വി ആർ ജസ്റ്റ്, പ്രചോദനയുടെ അർത്ഥം സ്റ്റിമുലസ് ആണ്. ഹൗ യു റെസ്പോണ്ട് ടു ദ സ്റ്റിമുലസ് യു ഗെറ്റ് ദ ഔട്ട്കം. അപ്പൊ എല്ലാവർക്കും ഇനി വേറെ ആർക്കെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ടെങ്കിൽ 1 more person നമുക്ക് അവസരം കൊടുക്കാൻ തോന്നുന്നു. ഇഫ് എനിബഡി. ഇല്ല, ഓക്കെ. ആലിസ് മാം, ഇല്ല ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 2023 സെഷൻ എടുത്തപ്പം അന്ന് യങ്ങസ്റ്റ് ആയിരുന്നു. ഇന്ന് ഡോക്ടർ ജാനകിയെ കാണുമ്പം വളരെ സന്തോഷം തോന്നുന്നു.
ബിക്കോസ് നൗഡേയ്സ് ഇങ്ങനെ ബൈ ഹാർട്ട് ഈ ഒരു ഫീൽഡ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കുട്ടികളെ കാണാൻ ഭയങ്കര റെയർ ആണ്. നമ്മളിപ്പോ അങ്ങനെ കാണാറില്ല. പിന്നെ വേറൊരു തിങ് എന്ന് പറയാനുള്ളത്, വി ആർ റിയലി ബ്ലെസ്ഡ് ടു സീ യു and to have a session with you. It was really captivating actually. And I'm working as a counselor and special educator. അപ്പം ഞാൻ ചെറിയ പ്രായം തൊട്ടേ ചെറിയ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ട് പെയിന്റ് ഒക്കെ ചെയ്യും. അപ്പം ഒബ്വിയസ്ലി ഞങ്ങൾ കൗൺസിലിംഗ് നമ്മൾ പഠിക്കുന്ന നേരത്ത് നമ്മുടെ അടുത്ത് എപ്പോഴും പറയും, നമുക്കും വി ആർ ഓൾസോ എവറിബഡി തിങ്സ് ഈ കൗൺസിലറിന് വിഷമങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ എല്ലാവരും ചിന്തിക്കും. ബട്ട് ദ ഫാക്ട് ഈസ് വി ആർ ഓൾസോ ഹ്യൂമൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പൊ നമുക്കും അങ്ങനത്തെ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ സീനിയേഴ്സിന്റെ അടുത്താണ് നമ്മൾ വെന്റ് ഔട്ട് ചെയ്യുന്നത് സാധാരണ. ബട്ട് ഈ ഒരു ആർട്ട് ഫോം ആ പെയിന്റിങ്ങിലൂടെ കിട്ടുന്നതും, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങും വീട് ക്ലീൻ ചെയ്ത് അത് എൻ്റെ അമ്മ എപ്പോഴും പറയും എപ്പോഴും വൃത്തിയാക്കലാണ്. വൃത്തിയാക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അൽമിര ഒരു സൈഡിൽ വെക്കുവാണെങ്കിൽ അത് ഒരു 2-3 months കഴിയുമ്പോൾ വേറൊരു സൈഡിൽ വെക്കണം. എന്നിട്ട് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് ഭയങ്കര വലിയ സന്തോഷമാട്ടോ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ആർട്ട് മാത്രമല്ല, നമുക്ക് ഡോക്ടർ ജാനകി പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഫ്ലോ മൂവ്മെന്റ് കിട്ടുന്ന അത് എന്തോ ആവാം. അത് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനെയും സംബന്ധിച്ച് അത് വേരി ചെയ്തിരിക്കും. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുമ്പം ഞാൻ മോർണിംഗിൽ മിക്കവാറും ചെയ്യുന്ന ഒരു കാര്യമാണ്, പോകുന്ന നേരത്ത് സ്കൂളിൽ പോകുന്ന നേരത്ത് റൂം ക്ലീൻ ആക്കി വെക്കും. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ റൂം ആ ഒരു ക്ലീൻ ആയിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്, ആ ഒരു ഫ്ലോ. അപ്പം എല്ലാവരും ചോദിക്കുക എങ്ങനെയാണ് ഇത്രയും സെഷൻസ് ചെയ്യുന്നത്? കാരണം സ്പെഷ്യൽ കുട്ടികളെ ഡീൽ ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് സെഷൻസ് എടുക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പം ഇവിടെ അച്ഛന് അമ്മയ്ക്കും എപ്പോഴും പരാതിയാണ്, വന്നു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഒന്ന് ബ്ലോക്ക് ചെയ്യണം, പാരന്റ്സിന്റെ അടുത്ത് പറയണം, ഇല്ല വിളിക്കരുതെന്ന്. അപ്പൊ നമുക്ക് ഈ ഫീൽഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഏത് മൂമെന്റിലാണ് എന്ത് പാരന്റിന്റെ അടുത്ത് നമുക്ക് പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല, സ്പെഷ്യലി നമ്മൾ സ്പെഷ്യൽ കുട്ടികളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ആ ടൈമില് ചില നേരത്തൊക്കെ വന്നു കഴിഞ്ഞാലും 10:30 വരെയും ചില സമയത്തൊക്കെ സംസാരിക്കും, രാത്രി വരെ. അപ്പൊ ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിന്റെ ഒരു സ്റ്റിമുലസ് ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ എല്ലാ ഏജിലെ ആൾക്കാരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഡോക്ടർ ജാനകിയുടെ സെഷൻ വളരെ 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 ഭയങ്കര എന്തെനിക്ക് അറിയത്തില്ല, വേർഡ്സ് പറയാനില്ല, ഭയങ്കര നല്ല സെഷൻ ആയിരുന്നു. ഇതേപോലെ നമുക്ക് എല്ലാവർക്കും കൂട്ടത്തിൽ ചേർന്ന് ഇങ്ങനെ കമ്മ്യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനും സ്കൂളിൽ ഞാനിപ്പോ ചിന്തിച്ചു ഡോക്ടർ പറഞ്ഞപ്പം എന്തുകൊണ്ട് നമുക്ക് ശരിക്കും ഇത് ഒരു ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ് ആക്കണമെന്ന് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനോ CBSEക്കോ അങ്ങനെ നമുക്ക് അയച്ചുകൂടാ? ശരിക്കും അത് അയക്കണം. കാരണം ഇന്ന് ഞാൻ ഡോക്ടർ ജാനകിയുടെ സെഷൻ കാരണം കൊണ്ട് ഇന്ന് എന്റെ മനസ്സിൽ തോന്നിയത് ഓക്കെ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ പോയിന്റ്. അങ്ങനെ പല കുട്ടികളുടെയും ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പഠിത്തം കൊണ്ട് മാത്രമല്ലല്ലോ. കാരണം ഇപ്പൊ ഭയങ്കര സ്ട്രെസ്സാണ്, സ്പെഷ്യലി ഈ നീറ്റ് എടുക്കുന്ന കുട്ടികൾ, IITG എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം അവര് സ്വന്തം ഇഷ്ടം കൊണ്ടല്ല ചില കുട്ടികൾ വരുന്നത്. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ 95, ചേട്ടന് 95% കിട്ടുന്നു, പക്ഷെ എന്റെ ഇളയ മകൾക്ക് 80 കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പാരന്റ്സ് കൗൺസിലിംഗ് വേണം ആ കുട്ടിക്ക്. ആ കുട്ടി ഹാപ്പിയാണ്, 80% കിട്ടുന്നതിൽ അത് ഭയങ്കര ഹാപ്പിയാണ്, അതിന് യാതൊരു കുഴപ്പമില്ല. ബട്ട് പാരന്റ്സിന്റെ ആ ഒരു സ്ട്രെസ് റോൾ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആ കുട്ടിക്ക് ആർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സമ്മതിക്കുന്നില്ല. വൈ? ബിക്കോസ് ബ്രദർ, അവരുടെ ഫുൾ ഫാമിലി ഡോക്ടേഴ്സ് ആണ്, ബ്രദറും ഇനി പോകുന്ന ആ ഫീൽഡിലോട്ടാണ്. അപ്പൊ ഈ കുട്ടീനെയും അവര് സ്ട്രെസ് ചെയ്യാണ്, പ്രഷറൈസ് ചെയ്യാണ്, ഇല്ല ആർട്ട് ചെയ്യാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല, ഈ ഫീൽഡിൽ തന്നെ പോകണം. പക്ഷെ അതിനൊരു സന്തോഷമില്ല. അപ്പൊ ശരിക്കും എല്ലാരും ആസ് എ സൊസൈറ്റി ആസ് എ ഹോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഉഷ മാം, ആലിസ് മാം, അപ്പം ആ ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും എടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അതില് എന്ത് സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് ജാനകി കുട്ടീനെ അതിനകത്ത് കൂട്ടാം. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഐ എം വെരി ഹാപ്പി. ആർക്കെങ്കിലും ഒക്കെ ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് സംബഡി ഈസ് ഹാപ്പി, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. ദാറ്റ്സ് ഓൾ. ഡെഫിനറ്റ്ലി. അതായത് അമൃത പറഞ്ഞതുപോലെ ദാറ്റ് വാസ് എ ഗാമ സ്പൈക്ക്. ഡെഫിനറ്റ്ലി ആ പറഞ്ഞുണ്ടല്ലോ, അത് നമ്മളുടെ കേരള കൗൺസിലേഴ്സ് ഫോറം സെക്രട്ടറിയാണ് ആലിസ് മാം. നമുക്ക് കേരള കൗൺസിലേഴ്സ് ഫോറത്തിനോടും എല്ലാവരും സംയുക്തമായിട്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ ഒരു ഇത് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്തില്ല എന്നുള്ള ഒരു ഗിൽട്ട് വേണ്ടല്ലോ. വി വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ നോട്ട് ചെയ്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ആ ചിരി, ആ തുടക്കത്തിലുള്ള ചിരി, ആ സ്മൈൽ ഈസ് ഓൾസോ ആൻ ആർട്ട് അല്ലേ? നന്നായി ചിരിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് തന്നെയാണത്. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരി എന്ന് പറയുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഒരു റിക്വസ്റ്റ് ആണുള്ളത്, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ പ്രചോദനയുടെ പ്ലാറ്റ്ഫോമിൽ വരണം. ഞങ്ങൾക്ക് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു സീരീസ് നടത്തുന്നുണ്ട് ഞങ്ങള്. അപ്പൊ അതിലൊരിക്കൽ കൂടി ഞങ്ങൾ വരാനായിട്ട് ക്ഷണിക്കും. അപ്പം എപ്പോഴും ടൈം കിട്ടുമ്പോൾ മതി, അതിന് ടൈമൊന്നുമില്ല. ഞങ്ങൾക്ക് ആളെ കിട്ടുമ്പോൾ ഞങ്ങൾ നടത്തും, അങ്ങനെയാണ്. പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. ആസ് യു വിഷ്, ആസ് യു ആർ ഫ്രീ, എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, കാരണം യങ്ങസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടർ ജാനകി എന്ന് പറയും, ഇപ്പൊ പറഞ്ഞ പോലെ ജാനകി കുട്ടി എന്ന് പറയും, മോളെ എന്ന് പറയും. ഞാൻ പലപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അത് വിട്ടുപോകും. അപ്പോ അതെ, എവറിത്തിങ് ഇസ് ഫൈൻ എന്ന് പറയും. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയണേ, ഇന്നലെ ഋഷിരാജ് സിംഗ് സാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇന്ന് നമ്മളൊരു റിലാക്സ്ഡ് ആയിരുന്നു. അല്ല, ആ ചിരിച്ച മുഖം കണ്ടപ്പോഴാണ് ആലിസ് മാഡം പറഞ്ഞതുപോലെ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരു സൂതിങ് ഇഫക്റ്റ് ആയിരുന്നു. അല്ല, ഒരു ഡോക്ടർക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ചിരി എന്ന് പറയുന്നത്. വളരെ ടെൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു രോഗിനെ നമ്മളൊരു ചിരി കൊണ്ട് നമുക്ക് അവരുടെ, എനിക്ക് തോന്നുന്ന പകുതിയിലധികം രോഗങ്ങൾ മാറ്റിക്കളയാൻ പറ്റും. നേരിട്ട് കാണണമെന്നുണ്ട്, പക്ഷെ അതിന് ഇട വരാതിരിക്കട്ടെ. താങ്ക് യു മാഡം. അത് ഹോസ്പിറ്റലിൽ വെച്ചാവാതിരിക്കട്ടെ വേണം. വെച്ചാവാതിരിക്കട്ടെ. Okay, thank you and God bless you. You are a gem of a person. Thank you. Thank you so much. Thanks a lot to Prajodhana and all the viewers. ഇപ്പോഴും 27 പേര് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും പറ്റുവാണെങ്കിൽ ഐ വുഡ് ലവ് ടു ജോയിൻ. ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് വരാം. So I'd be very happy. Thank you. Thank you. Thank you so much. Thank you and good night. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സെഷൻ ആയിരുന്നു.